നിങ്ങളീ കാണുന്നത് വയനാട് മാനന്തവാടിക്കടുത്ത് തൃശ്ശില്ലേരി മഹാദേവ ക്ഷേത്രം, തൃശ്ശില്ലേരി ശിവക്ഷേത്രം എന്നും പറയാം. നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ തൃശ്ശില്ലേരി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. കാരണം തൃശ്ശില്ലേരി അമ്പലത്തിലാണ് ശിവൻ്റെ തലയുള്ളത്. പാപനാശിനിന്ന് ഒഴുകി വന്ന് ശിവൻ്റെ തല തൃശ്ശില്ലേരി അമ്പലത്തിലാണ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഡയറ്റി അല്ലെ പ്രതിഷ്ഠ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മുമ്പ് തന്നെ നമ്മൾ കയറി ഇറങ്ങുമ്പം തന്നെ ഒരു നന്ദി അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് വരാൻ. സൈഡിൽ കൂടെ നടന്ന് വന്ന് അമ്പലം ചുറ്റി വേണം ഉള്ളിൽ കയറാൻ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ നടന്നാൽ മതി. വൈറ്റ് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, ആരോ മാർക്ക്. ഈ കാണുന്നത് അമ്പലത്തിലെ കുളം. ഇവിടെ അങ്ങനെ കുളിക്കലും കാര്യങ്ങളൊന്നുമില്ല, നല്ല പ്യുവർ ക്ലീൻ വാട്ടറാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ പടികളെല്ലാം ആയിട്ട് അവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഒരു കർമ്മം പോലെ അവിടെ വെള്ളം തൊട്ട് കുടഞ്ഞ് തിരിച്ച് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ആ കുളം കണ്ടപ്പം തന്നെ നല്ലൊരു സുഖം തോന്നി മനസ്സിൽ. അത് കഴിഞ്ഞ് കുളത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടൊരു ദുർഗാ മന്ദിർ അല്ലെങ്കിൽ ദുർഗാദേവീൻ്റെ ഒരു ചെറിയ അമ്പലം. പാപനാശിനിന്ന് വരുന്ന വെള്ളം ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഈ ചുറ്റുമാണ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങ് മുകളിൽ നിന്ന് മലയെന്ന്. അപ്പോൾ അങ്ങനെ ഒഴുകി വന്നതാ ശിവൻ്റെ ശിരസ്സെന്ന് പറയുന്നത്. സ്വയംഭൂവായ ദൈവത്തിൻ്റെ ഉടല് വിഷ്ണുമൂർത്തി അവിടെയാണുള്ളത്, തിരുനെല്ലി അമ്പലത്തിൽ മുകളിൽ. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമതാണ് പോവുക. ആദ്യം ഇവിടെ വന്നിട്ടാണ് പോവുക. ഈ കാണുന്ന വെള്ളം മുകളിൽ നിന്ന് മലയിൽ ഒഴുകി ഇങ്ങനെ വന്ന് ഇവിടെ കിടന്ന് വീഴുന്നത്. ഇതിപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലത്ത് നല്ല തുളുമ്പി ഒഴുകും, അത്രയും വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുമതില. പുറത്തുനിന്ന് നമുക്ക് എയറോ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എയറോ കൊടുത്ത വഴി ഇങ്ങനെ നടന്നു വരാം. ഇത് അമ്പലത്തിൻ്റെ കിണറാണ്, ഒരു പ്രത്യേക ഷേപ്പ്, ഒരു ശിവലിംഗത്തിൻ്റെ ഒരു ഷേപ്പിലാണ്, ഏകദേശം ആ ഒരു രൂപത്തിലാണ് അമ്പലത്തിൻ്റെ കിണർ പണിത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു ടൈപ്പ്, ആ ഒരു പ്രത്യേക ഷേപ്പിലുള്ള കിണർ കാണുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റമ്പലം എയറോ മാർക്ക് ഇത് കണ്ടോ, വൈറ്റ് മാർക്കിങ്. ആ വൈറ്റ് മാർക്കിങ് കൊടുത്തതിൻ്റെ അതിലേക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കണ്ട, നമുക്ക് കറക്റ്റായിട്ട് അമ്പലത്തിൻ്റെ മുഴുവൻ പിന്നാമ്പുറവും ബാക്കും മിറ്റും എല്ലാം ചുറ്റി ദർശനം കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ച് പുറത്തിറങ്ങാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബാക്ക് കൂടെ പോകുമ്പം അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ഈ കാണുന്ന ചെറിയൊരു കൃഷ്ണൻ്റെ അമ്പലം. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഈ കാണുന്നത് അയ്യപ്പൻ്റെ അമ്പലം അല്ലെ ധർമ്മശാസ്ത്ര അമ്പലം. അപ്പോൾ നമ്മൾ ഇതും കൂടെ കണ്ടിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ ഇതിപ്പോൾ വേനൽക്കാലമായാലും നമ്മളെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചൂടാണെങ്കിലും ഇവിടെ ഒരു നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അധികം ചൂടൊന്നുമില്ല. രാവിലെ സമയങ്ങളിൽ ചെറിയ മഞ്ഞും കോടയെല്ലാം ആയിട്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഹിൽ സ്റ്റേഷനിൽ പോയ പോലെ ഇരിക്കും ഈ സ്ഥലത്ത്. അങ്ങനെ നമ്മളിവിടെ ഈ പറഞ്ഞ അമ്പലവും ചുറ്റി, ധർമ്മശാസ്ത്ര അമ്പലം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മെയിൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ട ഒരു ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ധർമ്മശാസ്ത്ര അമ്പലം. അയ്യപ്പൻ്റെ വിഗ്രഹം ഉള്ളിലുള്ളത്, അയ്യപ്പസ്വാമീൻ്റെ വിഗ്രഹം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായി സ്ഥലം കാണാൻ. പച്ചപ്പും നല്ലൊരു കാലാവസ്ഥയും ഒരു നല്ലൊരു അനുഭവമാണ് ഈ സ്ഥലത്തെല്ലാം വന്നു കഴിഞ്ഞാൽ. ഈ അമ്പലത്തിൻ്റെ പരിസരവും
ചുറ്റു മതിലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചുമരിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ കൊത്തുപണികളുണ്ട്. ഓരോ ദൈവങ്ങളെ ഫോട്ടോസ്, ഓരോ ദൈവങ്ങളെ കൊത്തുപണികൾ, കല്ലിൽ കൊത്തിയ രൂപങ്ങൾ ഈ ചുമരിൻ്റെ മുകളിൽ ഈ കറുപ്പ് കാണുന്നില്ല, അതെല്ലാം ഓരോ ദൈവങ്ങളെ കൊത്തുപണികളാണ്, കല്ലിലില്ല. അങ്ങനെ നമ്മൾ ഉള്ളിലെ ദർശനവും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ വീഡിയോസ് അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലെ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല, റെക്കോർഡിംഗ് ഇല്ല. ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ശിവഭഗവാന്റെ തലയാണ് അവിടെ വിഗ്രഹമായിട്ടുള്ളത്, അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ തൃശ്ശില്ലേരി അമ്പലം മാനന്തവാടിക്കടുത്ത് വരിക, വന്ന് പ്രാർത്ഥിക്കുക, നല്ലൊരു അനുഭവമായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് എൻജോയ് ദ വീഡിയോ.